ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആദ്യം പ്ലസ് ടുവിൽ ഇതിന് മുമ്പ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സിനെ 5 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ആൻജിയോസ്പേംസ്. ഈ ആൻജിയോസ്പേംസിൽ നടക്കുന്ന റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. അപ്പോൾ ഫ്ലവറിനെ പറ്റിയിട്ടും ഫ്ലവറിലെ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫ്ലവറിന്റെ പാർട്സ് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും പറയാം, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലവറിൽ, ഈ ടിപ്പിക്കൽ ഫ്ലവറിൽ നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ദ ഫ്ലവർ ഈസ് ഹാവിംഗ് ആൻ ആക്സിസ്, അല്ലെ? അതിനൊരു തണ്ട് ഉണ്ടാവും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പെഡിസൽ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പെഡിസൽ. ഈ പെഡിസലിന്റെ സ്വെള്ളൻ എൻഡ് ഉണ്ട്, ഈ ഭാഗം ഇങ്ങനെ തടിച്ചിരിക്കും, ആൻഡ് അത് ഉള്ളിലായിരിക്കും ഉണ്ടാവുക, ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് തലാമസ്. ഓക്കെ, ആൻഡ് ദ ഫ്ലവർ ഈസ് ഹാവിംഗ് ദ ഔട്ടർമോസ്റ്റ് വേൾ വിച്ച് ഇസ് ഗ്രീനിഷ് ഇൻ അപ്പിയറൻസ്. എന്താ അതിനെ പറയാ? ഗ്രീനിഷ് കളറിൽ ഔട്ടർമോസ്റ്റ് വേൾ ഓഫ് ദ ഫ്ലവറിനെ നമ്മൾ എന്താ വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് കാലിക്സ്. ഈ ഔട്ടർമോസ്റ്റ് വേൾ, ദ ഗ്രീനിഷ് കളറിൽ കാണുന്ന ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ഇറ്റ് എസ് ദ കാലിക്സ്. ഈ കാലിക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ദ കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ട്. ഈ കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്പൽസ്, അല്ലെ? അപ്പോ ഈ പറയുന്ന സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ ഒരു പേരുണ്ട്, സെപ്പൽസ് ആർ ഫ്രീ ആണെങ്കിൽ വേറൊരു പേരുണ്ട്. എനിവേ, അതൊക്കെ നമ്മൾ ഡിസ്കസ്ഡ് ആണ്. നെക്സ്റ്റ് തിങ് വാട്ട് യു ഹാവ് ടു സീ ഈസ് കളർഫുൾ വേൾ ഓഫ് ദ ഫ്ലവർ. ഈ കളർഫുൾ വേൾ ഓഫ് ദ ഫ്ലവറിനെ നമ്മൾ കൊറോള എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് കോൾഡ് കൊറോള. ഈ കൊറോളയുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് പെറ്റൽസ് ആണ്. പെറ്റൽസിൽ ഇതുപോലെ തന്നെയാണ്. പെറ്റൽസ് ആർ യുണൈറ്റഡ് ആവാം, പെറ്റൽസ് ആർ ഫ്രീ ആവാം, പെറ്റൽസ് കളർഫുൾ ആണ്. അപ്പൊ ഇവിടെ ഈ കാലിക്സ് എന്ന് പറയുന്ന സാധനം, കൊറോള എന്ന് പറയുന്ന സാധനം ഡയറക്ട്ലി നോട്ട് ഇൻവോൾവിംഗ് ഇൻ റീപ്രൊഡക്ഷനിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇവരെ നമ്മൾക്ക് ആക്സസറി വേൾഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഫ്ലവർ ബഡ് സ്റ്റേജിലായിരിക്കുമ്പോൾ ആ ബഡിനെ കവർ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മളുടെ കാലിക്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പം റോസാപ്പൂവിന്റെ ഒക്കെ മുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ഗ്രീനിഷ് കവറിങ്, അല്ലെ? അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാലിക്സിന്റെ സെപ്പൽസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ്. എന്നാൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാം, നല്ല ബ്രൈറ്റ് കളർ കൊടുത്ത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതും അതൊക്കെ ജോലി ചെയ്യുന്നത് ആരാണ്? കൊറോളയാണ്. അപ്പൊ ഇത് രണ്ടും ആക്ച്വലി ഡയറക്ട്ലി എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് വേൾ ഓഫ് ദ ഫ്ലവർ. അതിനെ നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയും. ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ടോട്ടൽ വേളിനാണ് കേട്ടോ പറയുന്നത്. അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റേമൻ, അല്ലെ? ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് 2 പാർട്സ്, ദാറ്റ് ഈസ് ദ ആന്തർ ആൻഡ് ഫിലമെന്റ്, അല്ലെ? ആന്തറും ഫിലമെന്റും ആണ്. Now coming on to the next part, that is the female reproductive world of the flower, that is called gynoecium, അല്ലെ? ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ്സ് പിസ്റ്റിൽ ഓർ കാർപ്പൽസ്. അതിൽ നമ്മൾ പഠിക്കുന്ന സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. ദാറ്റ് ഈസ് ദ ലാൻഡിംഗ് പാർട്ട്, ദാറ്റ് ഈസ് ദ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ദിസ് ഈസ് ദ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, അല്ലെ? ഓവറി, ഈ സ്വള്ളൻ എന്താണ്? ഓവറി. ഇതിനകത്ത് ഒരു ഒവേറിയൻ ക്യാവിറ്റി ഉണ്ട്, അതിനകത്ത് ഒവ്യൂൾസ് ഉണ്ടാവും. ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദ സ്റ്റേമൻ ഓർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എങ്ങനെയാണ്, അതിന്റെ അകത്തുള്ള ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ഈസ് ദ മൈക്രോസ്പോറോജനസിസ്, പോളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തറിന് ഒരു പ്രത്യേകതയുണ്ട്. A typical angiosperm anther is having 2 lobes. ഇതാണ് ആന്തർ കേട്ടോ. This is the anther. Okay, and this is the filament. അപ്പൊ ഇതില് ഈ ആന്തറിന്റെ പ്രത്യേകത എന്താ? 2 ലോബ് ഉണ്ട്. അപ്പൊ 2 ലോബ് നമ്മൾ കാണുമ്പോഴാണ് 2 ലോബ്. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ നോക്കിക്കോളുക. ഇതാണ് ആന്തർ എന്ന് വിചാരിക്കുക. ഇതാണ് ആന്തർ. ഓക്കെ, സോ ഐ ആം ടേക്കിംഗ് എ ക്രോസ് സെക്ഷണൽ വ്യൂ. ഞാൻ ക്രോസ് സെക്ഷൻ എടുക്കാൻ പോവാണ്. അപ്പൊ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താണ്, ഒരു 3 ഡയമെൻഷണൽ പിക്ചർ ഇവിടെ ട്രൈ ചെയ്യാം വരയ്ക്കാൻ. ഇവിടെ നോക്കുക. ഓക്കെ, ദിസ് ഇസ് ദ ഫിലമെന്റ് ആൻഡ് ദിസ് ഇസ് ദ ആന്തർ. അപ്പൊ ഞാൻ ഈ ആന്തറിനെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, ഈ പറയുന്ന ഓരോ ആന്തറിന്റെ ലോബിനകത്തും
we are having two തീക്കാസ്. തീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗച്ചസ്. ഇവിടെ നമുക്ക് രണ്ട് തീക്ക വെച്ച് കാണാൻ പറ്റും. ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് the typical angiosperm anther is having two lobes and in each lobe there is two theca. അതുകൊണ്ട് ബൈലോബ്ഡ് ഡൈതീക്കസ് കണ്ടീഷൻ എന്നാണ് ഇതിനെ പറയാ. ബൈലോബ്ഡ് ഡൈതീക്കസ് കണ്ടീഷൻ. എനിവേ, ഇതിന്റെ അടുത്ത ലെവലിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ആന്തറിന് വി ആർ ഹാവിംഗ് വാൾ ലെയേഴ്സ്. അതായത് ഈ പറയുന്ന ആന്തറിന് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാവും. പ്ലാന്റിന്റെ ഏത് ഭാഗത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി വിൽ സേ ഓൺലി വൺ ടേം. എന്താണ് അതിനെ പറയാ? ഇറ്റ് ഈസ് കോൾഡ് എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് കോൾഡ് എപ്പിഡെർമിസ്. ഓക്കെ, നെക്സ്റ്റ് ലെയർ, അത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ലെയർ ദാറ്റ് ഈസ് കോൾഡ് എൻഡോതീഷ്യം. ദാറ്റ് ഈസ് കോൾഡ് എൻഡോതീഷ്യം. ആൻഡ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ ദാറ്റ് ഈസ് കോൾഡ് എൻഡോതീഷ്യം. മിഡിൽ ലെയർ that is middle layer, and the innermost layer that is called a tapetum. Innermost layer adine nammal endha vilikka? It is called the tapetum. Okay, tapetum. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ലെയേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ 4 ലെയേഴ്സിനും ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ലെയേഴ്സ് ഇൻ NCERT അത് ജനറലി പറയാണ് പ്രൊട്ടക്ഷൻ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ബട്ട് ദ നെക്സ്റ്റ് ലെയർ ദാറ്റ് ഇസ് ദ ടപ്പീറ്റം. ടപ്പീറ്റത്തിലെ സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ടപ്പീറ്റത്തിലെ സെൽസിന് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ഉണ്ട്. അതായത് മോർ ദാൻ 1 ന്യൂക്ലിയസ് ഉണ്ട്. If any cell is having more than 1 nucleus, you can consider it having more nutritious value. ഈ പറയുന്ന സെല്ലിന് കൂടുതൽ ന്യൂട്രീഷണൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിൻസിന് അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസ്പോർട്സിന് ഇനീഷ്യൽ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? ഈ പറയുന്ന നമ്മളുടെ ടപ്പീറ്റൽ സെൽസ് ആയിരിക്കും എന്ന് ഓർത്തു വയ്ക്കുക. ആൻഡ് ദ ഡെഹിസൻസ് ഓഫ് ആന്തർ പൊട്ടിയാലല്ലേ ഈ പറയുന്ന പോളൻ ഗ്രെയിൻ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്നത് പുറത്തിരിക്കുന്ന 3 ലെയേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ഈ പറയുന്ന 4 ലെയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറയുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന നമ്മുടെ ആന്തറിന്റെ ഈ പറയുന്ന തീക്ക, ഈ തീക്കേന്റെ ഉള്ളിൽ വി ആർ ഹാവിങ് എ ലോട്ട്സ് ഓഫ് സെൽസ്. ഓക്കെ, ലോട്ട്സ് ഓഫ് സെൽസ് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ഓക്കെ, and these are called the sporogenous tissue. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പോറോജീനസ് ടിഷ്യൂ. ഇതിലിരിക്കുന്ന ഓരോ സെല്ലിനും മിയോസിസ് നടത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിംഗ് ദ എബിലിറ്റി ടു ഡിവൈഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലെ ഓരോ സെൽസിനെയും യു ക്യാൻ കോൾ ഇറ്റ് as the മൈക്രോസ്പോർ മദർ സെൽസ്. അതായത് അവർ മെച്ചുർ ആയി കഴിഞ്ഞാൽ they will undergo meiosis. അങ്ങനെ മിയോസിസ് അണ്ടർഗോ ചെയ്യാൻ പോകുന്ന സെൽസിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? മൈക്രോസ്പോർ മദർ സെൽസ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്ലോയിഡി ഒന്ന് നോക്കണം കേട്ടോ. എപ്പിഡെർമിസ് പ്ലാന്റിന്റെ പാർട്ടാണല്ലോ, അപ്പൊ ഡിപ്ലോയിഡ് ആയിരിക്കും. എൻഡോതീഷ്യം പ്ലാന്റിന്റെ പാർട്ട് തന്നെയല്ലേ, അപ്പൊ ഡിപ്ലോയിഡ് ആയിരിക്കും. മിഡിൽ ലെയർ പ്ലാന്റിന്റെ പാർട്ട് തന്നെയല്ലേ, അപ്പൊ ഡിപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് ടപ്പീറ്റം പ്ലാന്റിന്റെ പാർട്ട് തന്നെയല്ലേ, അപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്പോറോജീനസ് ടിഷ്യൂവിൽ ഇരിക്കുന്ന മെച്ചുവേർഡ് ആയിട്ട് മിയോസിസ് നടത്താൻ പോകുന്ന ഈ പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഇയാളും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിന് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 4 സെൽസ് അല്ലെ. ഫൈനലി നമുക്ക് 4 സെൽസ് കിട്ടും. നമ്മൾ മിയോസിസിൽ പഠിച്ചതാണ്. അങ്ങനെ ഫൈനലി ഇയാൾ മിയോസിസ് 1 മിയോസിസ് 2 ഒക്കെ നടത്തിയിട്ട് വി ആർ ഗെറ്റിംഗ് 4 cells and these are combined together and these are called microspore tetrad എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പൊ ഈ മൈക്രോസ്പോർ ടെട്രാഡിലിരിക്കുന്ന ഓരോ സെല്ലും ഹാപ്ലോയിഡ് ആണ്, ഓരോ സെൽസും ഹാപ്ലോയിഡ് ആണ്. ഇനി എന്ത് സംഭവിക്കണം എന്നറിയോ? ഈ പറയുന്ന സെല്ല് ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു പോളൻ ഗ്രെയിൻ. ഇപ്പൊ ഇതിനെ പോളൻ ഗ്രെയിൻ എന്നല്ല വിളിക്കുക. ദേ ആർ കോൾഡ് മൈക്രോസ്പോർസ്. മൈക്രോസ്പോർ ടെട്രാഡ് ആണ്. അത് 4 കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഇവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുക, ഇവരുടെ വാട്ടർ ലോസ് നടക്കുക, അപ്പൊ ഇവർ ഡ്രൈ ആവുമ്പോൾ ഇവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഓരോ മൈക്രോസ്പോർസും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു മൈക്രോസ്പോർ ആണ്. മൈക്രോസ്പോറിന് ന്യൂക്ലിയസ് ഉണ്ടാവും ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ പ്ലോയിഡ് ഓഫ് N. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ പറയുന്ന സെല്ലിന് കുറച്ച് ചേഞ്ചസ് വരും. എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ആൻ ഔട്ടർ കോട്ടിംഗ്. ഒരു ഔട്ടർ കോട്ടിംഗ് ഫോം ചെയ്യും. That is formed of the most resistant biological material. എന്താ അത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. Most resistant biological material, that is sporopollenin.
സ്പോറോപോളനിൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു എക്സൈൻ ഫോം ചെയ്യും and you will be having an intine and the nucleus will be divided into two. ഇതിലെ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് we will be having two cells within this pollen grain. ഏതൊക്കെയാണ് ആ സെൽസ്? one is called the vegetative cell and another one is called the generative cell. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തിയിട്ട് രണ്ടായിട്ട് മാറും. മൈറ്റോട്ടിക് അപ്പൊ രണ്ടും എന്ന് തന്നെ ആയിരിക്കും കേട്ടോ. വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് എന്ന് തന്നെ ആയിരിക്കും, ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് എന്ന് തന്നെ ആയിരിക്കും. ഇങ്ങനെ ടു സെൽഡ് കണ്ടീഷനായി മാറുന്നു. എക്സൈൻ വരുന്നു, ഇൻറ്റൈൻ വരുന്നു, ആൻഡ് ഇതിന്റെ ഇടയിൽ ജേം പോഴ്സ്, അതായത് ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ സ്പോറോപോളനിൻ മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ചെറിയ ഓട്ടകൾ അവിടെ ഉണ്ടാവും. that are called germ pores. ഈ germ pores കൂടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ this is called a potential pollen grain. അപ്പൊ ഈ pollen grain formation വരെയുള്ള ആ ജേർണി, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന pollen grainന്റെ മൈക്രോസ്പോറോജനസിസ് എന്ന് നമ്മൾ ഇതുവരെ പറയുന്നു. then pollen grain formation എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മൈക്രോസ്പോർ മദർ സെൽ എന്ന് പറയാം, അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്ന് പറയാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇത്രയും കാര്യങ്ങളാണ് ഒരു നട്ട്ഷെല്ലിൽ നിങ്ങൾ ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഒരു ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റിൽ മെയിൽ പാർട്ട് ഉണ്ടാവും, ഫീമെയിൽ പാർട്ട് ഉണ്ടാവും. അല്ല, മെയിൽ പാർട്ടിൽ നടക്കുന്ന ഗാമറ്റോജനസിസ് ആണ്. ദിസ് ഈസ് ദ ഗാമീറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 2 സെൽഡ് പോളൻ ഗ്രെയിൻ ആണ്. 2 സെൽഡ് സ്റ്റേജ് ആണ് ഇതിലുള്ളത്. എന്നാൽ ചില പ്ലാന്റ്സിൽ 3 സെൽഡ് സ്റ്റേജിലും വരാം. അതായത് ഈ ജനറേറ്റീവ് സെല്ല് വീണ്ടും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറാം. അങ്ങനെ ഒരു കണ്ടീഷൻ വരാം. ഇനി അല്ലാന്നുണ്ടെങ്കിലും ഈ പറയുന്ന നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ എത്തിയതിനു ശേഷം ഈ ജനറേറ്റീവ് സെൽ മസ്റ്റ് ഹാവ് ടു ഡിവൈഡ്. അത് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറണം. ഓക്കെ, അപ്പൊ എനിവേ ഈ ഒരു ചെറിയ കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അടുത്ത ലെവൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.